CPIM കാസർഗോഡ് ജില്ലാ സമ്മേളനം ആരംഭിച്ചു. വിഭാഗീയതയ്ക്ക് തടയിട്ടുവെന്ന് നേതൃത്വം അവകാശപ്പെടുമ്പോഴും താഴെത്തട്ടിലെ അസ്വാരസ്യങ്ങളാകും സമ്മേളനത്തിൽ പ്രധാന ചർച്ചയാവുക. അതേസമയം കാസർഗോഡ് നേതൃമാറ്റത്തിന് സാധ്യതയില്ലെന്നാണ് സൂചന. രാവിലെ 10 മണിക്ക് കോളിയടുക്കത്തെ MB ബാലകൃഷ്ണൻ നഗറിൽ മുതിർന്ന CPIM അംഗം P. അമ്പാടി പതാക ഉയർത്തിയതോടെയാണ് പ്രതിനിധി സമ്മേളനത്തിന് തുടക്കമായത്. തുടർന്ന് നടന്ന പ്രതിനിധി സമ്മേളനം പൊളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. 12 ഏരിയകളിൽ നിന്നുള്ള 251 പേരും 31 ജില്ലാ കമ്മിറ്റി അംഗങ്ങളുമടക്കം 282 പേരാണ് സമ്മേളന പ്രതിനിധികൾ. VS പക്ഷത്തിനൊപ്പം കാലങ്ങളായി നിലയുറപ്പിച്ചിരുന്ന നീലേശ്വരത്ത് ഭൂരിപക്ഷമുണ്ടാക്കിയും ബേഡകത്തെ വിമതരെ കമ്മിറ്റികളിൽ നിന്ന് ഒഴിവാക്കിയുമാണ് കാസർഗോഡ് ജില്ലാ നേതൃത്വം സമ്മേളനത്തിലേക്ക് കടന്നത്. വിഭാഗീയതയ്ക്ക് തടയിട്ടുവെന്ന് അവകാശപ്പെടുമ്പോഴും നേതൃത്വത്തിന്റെ നിർദ്ദേശം അവഗണിച്ച് 4ാം തവണയും കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറിയായി പൊക്ലൻ തെരഞ്ഞെടുക്കപ്പെട്ടത് കാസർഗോഡ് ജില്ലാ നേതൃത്വത്തിന് ക്ഷീണമുണ്ടാക്കിയിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് ചോർച്ചയും പാർട്ടി കേന്ദ്രങ്ങളിൽ BJPക്കുണ്ടായ വോട്ട് വർധനയും BJPയിലേക്കുള്ള യുവാക്കളുടെ കൊഴിഞ്ഞുപോക്കുമാണ് സമ്മേളനത്തിൽ മുഖ്യ ചർച്ചയാവുക. പാർട്ടി അംഗസംഖ്യാ വർധനവിന് ആനുപാതികമായി ജില്ലാ കമ്മിറ്റി അംഗങ്ങളുടെ എണ്ണത്തിലും വർധനവുണ്ടായേക്കും. നിലവിലെ ജില്ലാ സെക്രട്ടറി KP സതീഷ് ചന്ദ്രൻ തന്നെ ഇത്തവണയും തുടരുമെന്നാണ് സൂചന. 11ാം തീയതി ചട്ടംചാലിലെ പൊതുസമ്മേളനത്തോടെ കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന് സമാപനമാകും. റിപ്പോർട്ടർ, കാസർഗോഡ്.